കേൾക്കില്ല, ഏതോ ലോകത്ത് നടക്കാം. ഇങ്ങോട്ട് വന്നേ. സ്കൂട്ടർ എവിടെ പോയി? സ്കൂട്ടറാണോ ഇത്? നിന്റെ വണ്ടി എന്തേ? വണ്ടി എടുത്തു. അയ്യോ, വണ്ടി കൃഷ്ണേട്ടന്റെ വീട്ടിൽ വെച്ചു. മറന്നുപോയാ? നല്ലൊരു കച്ചവടമായതാണ്. അപ്പൊ അതിന്റെ ഒരു കമ്മീഷൻ വിചാരിച്ചിട്ട് പോന്നല്ലേ ഞാൻ വണ്ടി എടുക്കണ്ടേ? എടാ നിക്കടാ. പിന്നെ കഴിഞ്ഞ ദിവസം നീ ആ പൗരസമിതിക്കാരെ കൂടെ ജാഥയ്ക്ക് പോയി, നീ അറിഞ്ഞല്ലോ. അതെന്ന് വെച്ചാൽ അങ്ങനെ അയ്യോ ഞാൻ അങ്ങനെ വിചാരിക്കണ്ട. എനിക്ക് ഈ ജാഥ സമരം എന്നല്ലെന്ന് പറയുമ്പോ ഒരു ആവേശമാണ്. അപ്പൊ അവരാവേശം കാണുമ്പോ ഞാനും കൂടി പോയി. അതിന് നീ പാലം വരണമെന്ന് പറഞ്ഞു കിടന്ന് തുള്ളണ എന്തിനാ? ഞാനിത് എന്താ പാലെന്ന് മനസ്സിലായിട്ടാ. നമ്മുടെ ആവേശത്തിലെ പക്ഷെ അത് നിർത്തി കഴിഞ്ഞിട്ട് എല്ലാവരും പിരിയുമ്പോ ഞാൻ മനസ്സിലാക്കി നമ്മളെ മേൽപ്പാലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരാന്ന്. അപ്പൊ പിന്നെ ഞാൻ നിന്നിട്ടാ, പിന്നെ അവരെ കൂട്ടും കുറിക്കും ഞാൻ നിന്നിട്ടാ. എവിടെ പോയിട്ട് വരിക? ഞാൻ ആ കൃഷ്ണേട്ടന്റെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ കച്ചവടം പോയി പറയുമ്പോ തന്നെ റെഡിയായി. അപ്പൊ അതിന്റെ കമ്മീഷനിലും വിചാരിച്ച് ഞാനിങ്ങനെ കണക്കൂട്ടി ഇങ്ങോട്ട് നടന്നു. വണ്ടി അവിടെ വെച്ച് മറന്നുപോയി. ഞാൻ പോട്ടെ എന്നാല്. അല്ല, ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നേ. എന്താട്ടാ? ഒന്നുമില്ല, നമ്മൾ അന്ന് മറ്റേ സ്ഥലത്തിന്റെ കാര്യം സംസാരിച്ചല്ലോ. ആ റെയിൽവേയുടെ അവിടെ കിടക്കുന്ന സ്ഥലം, ക്രോസിന്റെ അടുത്തില്ലേ സ്ഥലം. അപ്പൊ അത് ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കുമ്പോ അത് കൊടുക്കാന്ന് വിചാരിക്കാണ്. എന്തേ അത് പറഞ്ഞോ? മേൽപ്പാലം വരുന്നുണ്ട്. 5 ലക്ഷം ഉറുപ്പ്യ ഇപ്പൊ കിട്ടും ഒരു സെന്റിന്. അവിടെ സെന്റിന് 5 ലക്ഷം ഉറുപ്പ്യോ? എനിക്ക് കേറി പോയി കഴിഞ്ഞാൽ 7 ലക്ഷം. അപ്പൊ ആൾക്കാർ പറയണത് വെറുതെ അല്ല. എന്ത്? അല്ല, മേൽപ്പാലം വരുന്നോട് കൂടിയിട്ട് അവിടുത്തെ സ്ഥലത്തിനൊക്കെ വില വളരെ കുറച്ച് കാണുന്ന ഒരാൾ നീയാന്നാ പറയണത്. ആൾക്കാർ എന്തൊക്കെയോ പറയും. എന്റെ സത്യേട്ടാ, ഇപ്പൊ മുറുക്ക പിടിച്ചാൽ ഞാൻ 7 പിടിക്കാം. വേണ്ട, എവിടെയും പിടിക്കണ്ടോ. ആ സ്ഥലം അവിടെ കിടന്നോട്ടെ. ഇപ്പം പറയുന്ന 7 ലക്ഷം ഇല്ലേ, അതും എനിക്ക് കിട്ടൂല ചേച്ചി. വേണ്ട, നീ പോ. വേണ്ട. ഇതിലിപ്പോ എന്തറിയോ, മേൽപ്പാലം വരൂല, ആ സ്ഥലം ഞാൻ വിൽക്കണില്ല. നീ അത് വിൽക്കണോ ചോദിച്ചിട്ട് ഈ 30 തരാന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് പോയി. എന്റെ ഇപ്പൊന്ന് പിടിക്കൽ 7 ലക്ഷം ഉറുപ്പ്യൊക്കെ ഞാൻ റെഡിയാക്കി തരാം. കച്ചവടം ഉറപ്പിക്കും. നാളെ കൂട്ടിട്ട് വരും. ക്യാഷ് കൊടുത്തു തരും. എന്താ വേണ്ട, ഞാൻ ഇങ്ങക്കൊരു ഗുണം ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ പോയിക്കോട്ടെ എന്നാല്. ശരി. സത്യേട്ടാ ഒന്ന് എന്നാടെ കൊണ്ടാക്കോ കൃഷ്ണേട്ടന്റെ വീട്ടില്. മനുഷ്യനാണ്. റെയിൽവേ മേൽപ്പാലത്തിന്റെ പേരും പറഞ്ഞിട്ടേ അതിൻ്റെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ മുഴുവനും ഇതേപോലെ കുറഞ്ഞ വിലക്ക് ചോദിച്ച് നടക്കുക. കഴുത ശരിക്കും പാലം വരുമോ? പാലൊക്കെ വല വന്നോടാന്നില്ല. ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. മാക്സിമം പറഞ്ഞു പിടിച്ചു നിൽക്കാം. എന്താണ് എന്താണ് ഒന്നുമില്ല. എന്തേ വണ്ടി കഴിക്കാനാ? ആശുപത്രി പോവാം.